ഖത്തറിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെന്റായ അമീർ കപ്പിൽ അൽ ഖറാഫയ്ക്ക് കിരീടം. കിരീട പോരാട്ടത്തിൽ അൽ സദിനെ 1-നെതിരെ 4 ഗോളിലാണ് അൽ ഖറാഫ തകർത്തത്. ഖത്തർ അമീർ വിജയിക്കുള്ള കിരീടം സമ്മാനിച്ചു. മത്സരം നടക്കുന്ന ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരും. അബ്ബാസ്, മത്സരത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? എത്ര കണ്ട് ആവേശകരമായിരുന്നു? 2026 അമീർ കപ്പ് കിരീടം അൽ ഖറാഫ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഫൈനൽ പോരാട്ടത്തിൽ അൽസദിനെ 1-നെതിരെ 4 ഗോളുകൾക്ക് തകർത്താണ് ഖറാഫയുടെ കിരീട നേട്ടം. 37,000-ലേറെ കാണികളാണ് ഈ കലാശപ്പോര് കാണാനായിട്ട് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയിരുന്നത്. നിരവധി മലയാളികളുണ്ട് ഈ പോരാട്ടം കാണാനായിട്ട്. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഇവിടെ വലിയ ഫാൻസിൻ്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടെയുള്ളത് മലയാളികളാണ്. 2 അറബിക് ക്ലബ്ബുകൾക്ക് വേണ്ടി മലയാളികളടക്കമുള്ള ആരാധകരുടെ ആവേശ പ്രകടനമാണ്. എങ്ങനെയുണ്ടായിരുന്നു കളി? അടിപൊളി, എങ്ങനെ ആര് ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നോ? ഖറാഫ ജയിക്കുന്നു പ്രതീക്ഷിച്ചു. അതേപോലെ തന്നെ സംഭവിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കളി വിദഗ്ധരൊക്കെ ഉണ്ട് കേട്ടോ. അൽസദിന്റെയും ഖറാഫയുടെയും കളികൾ അതിഗംഭീരമായിരുന്നു. ആധിപത്യം ഖറാഫ ഫസ്റ്റ് ഹാഫിൽ തന്നെ മുൻകൈയോടെ എടുത്തിരുന്നു. കളി അടിപൊളിയായിരുന്നു. അമീർ കപ്പിന്റെ വിന്നറായിട്ട് ഖറാഫ വന്നതിൽ സന്തോഷം. ഖറാഫ കറുത്ത കുതിരകളായി എന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം ഒരു വൺ സൈഡ് മാച്ച് ആയിട്ട് തന്നെ ഖറാഫ അത് വിൻ ചെയ്തിട്ടുള്ള മാച്ച്. നമുക്കറിയാം ഖത്തറിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിലും എല്ലാവരും കാത്തിരുന്നിരുന്ന ഫൈനലിസ്മയുടെ ആ ഫൈനൽ മത്സരത്തിന് ഇല്ലാതായി പോയി. അതിന് ശേഷം നമുക്ക് ഇത്രത്തോളം ആവേശത്തുള്ള ഒരു ടൂർണമെന്റാണ് അമീർ കപ്പ് കഴിഞ്ഞത്. അതേ ആവേശം നിലനിർത്തിക്കൊണ്ട് 40,000-ഓളം കാണികളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കളി കാണാൻ പറ്റി. ആവേശകരമായ മാച്ചായിരുന്നു. ആവേശകരമായ റിസൾട്ടാണ്. ഖറാഫ അതിഗംഭീരമായി വിൻ ചെയ്തു. കളി കുറച്ച് ഏകപക്ഷീയമായില്ല ശരിക്കും. നിരാശപ്പെടുത്തി അല്ലേ? ഈ അൽസദിന് എവിടെയാണ് പഠിച്ചത്? വസീം അക്രം തീരെ ഫോമില്ല. വസീം അക്രം ഫോം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അൽസദ് വിജയിക്കട്ടെ. യാസീൻ ഭയങ്കര കളിയായിരുന്നു. യാസീൻ ഇബ്രാഹിമിയുടെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? ഹാട്രിക് അടിച്ചിരുന്നു. ആദ്യം സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ സെത്ത് വൺ തിരിച്ചു വരാൻ പരിശ്രമം നടത്തി, പക്ഷേ എല്ലാം ഫെയിലായിരുന്നു. ഇനി എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്തു. അക്രം അഫീഫും അതേപോലെ ആയുധമൊക്കെ അടങ്ങിയ വലിയൊരു സംഘം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവരെങ്ങനെ തോൽപ്പിക്കാൻ പറ്റും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഭയങ്കര തോൽവിയാണ്. പക്ഷേ ഞങ്ങൾ സെക്കൻഡ് ഹാഫ് പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് എത്തിയില്ല. പക്ഷേ അടുത്ത മാച്ച് എന്തായാലും ഏറ്റവും കൂടുതൽ കപ്പടിച്ച അൽസദാണ്. അൽസദ് തിരിച്ചു വരും, ഒരു വിഷയമില്ല. അൽസദിന്റെ കട്ടഫാനാണ് തീർച്ചയായിട്ടും. ഇന്നത്തെ കളിയിൽ ഒരു റിസൾട്ടിൽ സങ്കടമുണ്ട്. തീർച്ചയായിട്ടും സങ്കടമുണ്ട്. മക്കളെല്ലാവരും ഖറാഫാണെങ്കിലും നമ്മൾ അൽസദിന്റെ കൂടെ ആയിരുന്നു. ഞാനും മോളും അൽസദായിരുന്നു. അൽസദ് ഞങ്ങൾ തിരിച്ചു വരും. അൽ ഖറാഫയുടെ ആരാധകരും അതേപോലെ അൽസദിന്റെ ആരാധകരും ഇവിടെയുണ്ട്. ഇതൊരു അറബിക് ഫുട്ബോൾ മാച്ചാണ്. അറബിക് ഫുട്ബോൾ അമീർ കപ്പ് എന്ന് പറയുന്നത് ഖത്തറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഭ്യന്തര ടൂർണമെൻ്റാണ്. എന്നാൽ അതിന് ഇവിടുത്തെ അറബികൾക്ക് മാത്രമല്ല മലയാളികൾക്കിടയിലും വളരെ വലിയ സ്വാധീനമുണ്ട്, ആരാധക വൃന്ദമുണ്ട്. ഏതായാലും 2026 അമീർ കപ്പിൽ അൽ ഖറാഫയാണ് ചാമ്പ്യന്മാരായിരിക്കുന്നത്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.